നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏറെ ആശ്ചര്യത്തോടും അതിലേറെ അത്ഭുതത്തോടും കൂടിയാണ് ഇന്ന് നേർക്കാഴ്ചയുടെ ഈ എപ്പിസോഡിൽ ഇരിക്കുന്നത്. കേരളത്തിൽ ഇന്നേ വരെ കേൾവിയില്ലാത്ത, ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഒരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അരങ്ങേറിയിരിക്കുന്നു. ആദ്യം കണ്ടപ്പോൾ അതൊരു ഫേക്ക് ന്യൂസ് ആകാമെന്ന് കരുതി. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയുടെ, പ്രബുദ്ധ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക ചിന്തയനുസരിച്ച് അതൊരു ഫേക്ക് ന്യൂസ് ആകാമെന്ന് കരുതി. പിന്നാലെ അത് യാഥാർത്ഥ്യമാകണം എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു. ഒട്ടും വിശ്വസിക്കാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ച് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വിളിച്ച് ചോദിക്കുകയും അത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. വിഷയം ഇതാണ്: ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൽ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണം, റൂം വേണം. ഇവർ പഠിക്കാനാണോ വരുന്നത്, അതോ നിസ്കരിക്കാനാണോ, മതത്തിന് വേണ്ടിയാണോ വരുന്നത്? മതത്തിന് വേണ്ടി ഇവർക്ക് മദ്രസകളില്ലേ എന്ന ചിന്ത അപ്പോൾ കടന്നുപോയി. ഇന്ന് നേർക്കാഴ്ച ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ്. ഇത് കേരളമാണോ അതോ താലിബാനോ? ഇന്ന് നേർക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലാണ്. സാർ നമസ്കാരം, സ്വാഗതം. 1953 സാർ നമ്മുടെ നിർമ്മല കോളേജ് സ്ഥാപിതമായിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു കോളേജ്. എന്നാൽ അവിടെ ഇന്ന് കേട്ടുകേൾവിയുമില്ലാത്തൊരു സമരമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഈ കോളേജിന് ചുറ്റും 3 മോസ്കുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്നതിൻ്റെ പേരിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനമായ നിർമ്മല കോളേജിൽ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ ഒരു റൂം വേണം എന്നൊരാവശ്യം. കേരള ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഈ ഒരു സമരം, ഇതിനെ എന്താണ് വിളിക്കേണ്ടത്? അനീതിനോ അക്രമോ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകൾ തികയുമോ മലയാളത്തിൽ? എന്താണ് സാറിന് പറയാനുള്ളത്? ഈ ദിവസങ്ങളിൽ കേട്ട വാർത്തകൾ തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ടതാണ്. കേരള സമൂഹം ഒന്നിച്ചു നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കത്തെ എതിർക്കേണ്ടതാണ്. ഡിജോ പറഞ്ഞതുപോലെ ചില വാക്കുകൾ ചില സംഭവങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല. പക്ഷേ ഇതിനെ തീർച്ചയായിട്ടും നമുക്ക് വിളിക്കാവുന്ന പേര് വർഗീയത എന്നാണ്. തീവ്ര വർഗീയവാദം. ആ തീവ്ര വർഗീയവാദത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ധ്രുവീകരണം, ആ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്ന ഒരു സംഭവം തന്നെയാണ് എന്നുള്ളത് നമുക്കെല്ലാം ഉറപ്പിക്കാം. ഇവിടെ ഈ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് മുസ്ലിം മോസ്കുകളിലും അവരുടെ പ്രഭാഷണ പരമ്പരകൾ നടക്കുന്ന ഇടങ്ങളിലുമൊക്കെ നമുക്കറിയാം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. മോസ്കുകളിൽ അവർക്ക് ഉള്ളിടത്ത് തന്നെ സെപ്പറേറ്റ് സ്ഥലമാണ്. ഇനി ഒരു മതപ്രഭാഷണം നടക്കുന്ന പൊതു ഇടങ്ങളിലാണെങ്കിൽ പോലും, ഗ്രൗണ്ട് പോലും കർട്ടൻ കെട്ടി മറച്ചിട്ട് അതിനപ്പുറം ഇരുത്തുന്ന ഒരു സമൂഹമാണ് സ്ത്രീ സമൂഹം. എന്ന് പറഞ്ഞാൽ സ്വന്തം സമുദായത്തിൽ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ അവരുടെ ആരാധന നടത്താൻ പോലും, നിസ്കാരം പോലും നടത്താൻ സാധിക്കാത്ത ദുർബലമായ ഒരു വിഭാഗം. അവിടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാതെ, അതിനുവേണ്ടി ആവശ്യപ്പെടാതെ ഇവിടെ ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൽ വന്ന്, പ്രത്യേകിച്ചും ഒരു കലാലയത്തിൽ വന്ന് ഈ വാദഗതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അവരുടെ അവകാശമാണെന്ന നിലയിൽ അവര് ഇതിനുവേണ്ടി വാദിക്കുമ്പോൾ, അവർ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അവരുടെ സ്ഥാപനങ്ങളിലേക്ക്, അവരുടെ മോസ്കുകളിലേക്ക്, അവരുടെ മതത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾക്കും ഈ അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുവാനായിട്ട് കടന്നു പോവുകയാണ് അവര് വേണ്ടത്. ഇത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയും അതെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഇവിടുത്തെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന, ഉന്നതമായ രീതിയിൽ വളരെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളെ തകർക്കുന്നതിനും ആ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നതിനും അതിലൂടെ അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും, തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഒരു ഭീഷണിയുടെ രൂപത്തിൽ നടത്തുന്ന സമരമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ ഒരു വൻ അജണ്ടയുണ്ട്. ആ അജണ്ട തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തണം. ആ അജണ്ടകളെ, ഇതിന് പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നവരെയാണ് കണ്ടെത്തേണ്ടതും നിയമപരമായിട്ട് നമ്മൾ നേരിടേണ്ടതും എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഇതിന്റെ പിന്നിൽ സാർ നേരത്തെ പറഞ്ഞല്ലോ, അജണ്ടയിലേക്ക് ശരിക്കും നമ്മൾ കടന്നു വരേണ്ടതുണ്ട്.
ഒരു കോളേജിൽ ഈ കുട്ടികൾക്ക് നിസ്കരിക്കണം, അല്ലെങ്കിൽ അവരുടെ മതപരമായ ആവശ്യം നിറവേറ്റണം എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനൊരു ആവശ്യം വന്നിട്ടില്ല. നിർമ്മല കോളേജ് 1953 സ്ഥാപിതമായതാണ്. ഇത്രയോ വർഷങ്ങളായിട്ട് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതുവരെയും തോന്നാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഈ കുട്ടികൾക്ക് തോന്നിയത്. അതിന് കുടപിടിക്കാനായിട്ട് കേരള രാഷ്ട്രീയത്തിലെ സംഘടനകളും SFIയും MSF പിന്നെ മുസ്ലിം ലീഗ് എന്ന് കരുതാം. പക്ഷേ SFI എന്ന സംഘടനയും അവരോടൊപ്പം ചേർന്ന് ഒരു സിന്ദാബാദ് വിളികളുമായി പ്രിൻസിപ്പളിനെ ഉപരോധിക്കുമ്പോൾ അത് കേവലം ഒരു നിസ്കാര സൗകര്യം എന്ന് മാത്രം വിശ്വസിക്കാനായിട്ട് പറ്റുമോ? ഡിജോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ ചെയ്യുന്ന എന്തൊരു വിവരക്കേടാണെന്നുള്ളതാണ്. അതായത് കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ അവിടെ വന്ന് നിസ്കരിക്കാനായിട്ടാണ് വരുന്നത്. നിസ്കരിക്കാനായിട്ടാണെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ അവരുടേതായ ആരാധനാ സ്ഥലങ്ങളുണ്ട് അവിടെ പോകണം, അല്ലെങ്കിൽ അവരുടെ പള്ളികളിലേക്ക് പോട്ടെ. ഇത് ഒരു ക്രൈസ്തവ സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഒരു ന്യൂനപക്ഷ ക്രൈസ്തവ സ്ഥാപനമാണെന്നും ആ ന്യൂനപക്ഷ പദവിയുണ്ടെന്നും ആ പദവി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നതെന്നും അറിഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇത്തരത്തിൽ നടത്തുന്ന കാടൻ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, തീർച്ചയായിട്ടും ഇതിന്റെ പുറകിലുള്ള അജണ്ട നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പുറകിലെ പിള്ളേർ മാത്രമല്ല, ശക്തമായ, കാരണം ഇത് ജോസഫ് സാറിന്റെ കൈവെട്ടിയ നാടാണ്. ജോസഫ് സാറിന്റെ കൈവെട്ടിയ നാടാണത്. ആ ചുറ്റുവട്ടം കിടക്കുന്നു. അവിടെ ന്യൂമാൻ കോളേജ്, ഇതേ കോതമംഗലം രൂപതയുടെ കീഴിലുള്ള കോളേജ്, ഇവിടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെ വീണ്ടും പിടിക്കുക. ഇതിന്റെ ലക്ഷ്യം ഈ സ്ഥാപനത്തെ തകർക്കുക. ക്രൈസ്തവ സ്ഥാപനങ്ങള്, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ തകർത്തുകൊണ്ട് ആ സ്ഥാപനങ്ങൾ ആധിപത്യം നേടുക, ആ ദേശത്തെ ഞങ്ങൾ കീഴടക്കി കഴിഞ്ഞു എന്ന സൂചനയാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലൂടെ നടത്താൻ ഇതിന് പിന്നണി പോരാളികള് ശ്രമിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇത്. വിദ്യാർത്ഥികള് ഇത്രയും കാലമായിട്ട് ആ വിദ്യാർത്ഥികള് ആവശ്യപ്പെടാത്തതും അല്ലെങ്കിൽ ചെയ്യാത്തതുമായ ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ, അതും ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ 3ഓളം മോസ്കുകളുണ്ട്, നേർക്കാഴ്ചയിൽ മോസ്കുണ്ട്. ഈ മോസ്കുകളുള്ള സമയത്ത് പോലും ആ മോസ്കുകളിലേക്ക് പോകാതെ, അവിടെ പെൺപിള്ളേരെ പ്രവേശിപ്പിക്കാനല്ല ഇവർ സമരം ചെയ്യേണ്ടത്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അതിന് നിൽക്കാതെ ഇവരിവിടെ വന്ന് ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തെ തകർക്കുക, അതിലുപരി ഞങ്ങൾ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നൊരു സൂചന തരാനും കൂടിയാണ് അവരിതിലൂടെ ഉദ്ദേശിച്ചത്. ഇതിന്റെ പുറകിലുള്ള തീവ്രവാദ ശക്തികളെ മുഴുവൻ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഡിജോ. അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരെല്ലാം ഈ വിഷയം അറിഞ്ഞതുപോലും ഇല്ല എന്ന രീതിയിലാണ് കഴിഞ്ഞ 2 ദിവസമായി. നമുക്കറിയാം, ഇടുക്കി രൂപതയിൽ മതബോധന വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ടി മാത്രം, ക്രൈസ്തവരായ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് രൂപത കാണിച്ച കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും എല്ലാവരും അടക്കം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അത്. രൂപതയെ ഒറ്റപ്പെടുത്തിയിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അമൽ ജ്യോതി കോളേജിലുണ്ടായൊരു സംഭവം, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജിനെതിരെ നടന്ന ഒരു സമരമുറകളെല്ലാം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ കേട്ടുകേൾവിയില്ലാത്ത വിചിത്രമായൊരു ആവശ്യമായി ഈ മുസ്ലിം കുട്ടികൾ ക്രൈസ്തവ ന്യൂനപക്ഷ കോളേജിൽ നടത്തിയ ഈ ഒരു സമരം കണ്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾക്കും സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ കഴിയുന്നത്? ഇതിനകത്ത് മാധ്യമങ്ങളുടെ ആ കണ്ണടപ്പിനെ നമ്മൾ ഗൗരവത്തോടെ കാണണം. പണ്ട് തൊട്ടേ നമ്മൾ പറയാറുണ്ട്, മാധ്യമങ്ങളെ ഫണ്ട് ചെയ്യുന്നത് ഇസ്ലാമിക ഭീകര സംഘടനകൾ നല്ല റോളുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. കാരണം അവരുടെ പരസ്യങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള കമ്പനികളുടെയും ഇതുപോലുള്ള ഏജൻസികളുടെയും കയ്യിൽ നിന്നാണ് കിട്ടുന്നതെന്ന് പലപ്പോഴും നമ്മൾ ആരോപിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇതിപ്പോ ഒരു ഇസ്ലാം സ്ഥാപനത്തിലാണ്, ഒരു മുസ്ലിം സ്ഥാപനത്തിലാണ് ഇത് നടക്കുന്നതെങ്കിൽ എന്തായിരുന്നു കോലാഹലം ഇവിടെ ഉണ്ടാകാൻ പോണത്? ഇവിടെ കലാപം ഉണ്ടാകുകയില്ലായിരുന്നോ? ആ സ്ഥാപനം അടിച്ചു പൊളിക്കുകയില്ലായിരുന്നോ? അല്ലെങ്കിൽ അത്തരക്കാരെ ഏതൊരു അവസ്ഥയിലേക്ക് എത്തിക്കുമായിരുന്നു? ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് മുമ്പേ ഡിജോ ചോദിച്ച ചോദ്യത്തിനകത്ത് അവസാന ഭാഗത്ത് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിന് ചൂട്ടുപിടിച്ചുകൊണ്ട്, ഈ മാധ്യമങ്ങളോടൊപ്പം തന്നെ ഇതിന് ചൂട്ടുപിടിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ മുന്നണികളും ഉണ്ടായിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഇത്രയുമൊക്കെ കേരളത്തെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട്, കേരളത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ സമാധാനവും സന്തോഷവും നശിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ
ഒന്നും രണ്ടും തീവ്രവാദ ശക്തികളല്ല ഉള്ളത്. ഇവിടെ അനേക തീവ്രവാദ ശക്തികൾ ശ്രമിക്കുമ്പോഴും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ശാന്തിയും സന്തോഷവും സമാധാനവും നിലനിർത്താൻ പരിശ്രമിക്കേണ്ടുന്ന മുന്നണികൾ പോലും ഇവർക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് വോട്ടിന് വേണ്ടി അതിനുവേണ്ടി മാത്രം, അല്ലെങ്കിൽ അതിന്റെ പുറകെ ഫണ്ടും ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന് പുറകെ മറ്റ് ഏതെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടാകാം. SFI സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ സമരം പറയപ്പെടുന്ന പ്രസ്താവന അത് വ്യാജമാണ്, നുണപ്രചരണമാണെന്ന് അതിനകത്ത് ഉണ്ട് എന്ന് കുറഞ്ഞ മാനേജ്മെന്റുകൾ അവിടെ സമരം ചെയ്തവർ പോലും അതിനകത്ത് ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അത് നിഷേധിക്കാൻ വേണ്ടി പറ്റുക? അത് മാത്രമല്ല, ഇന്ന് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇപ്പം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിന്റെ കേസിലാണെങ്കിലും SFIക്കാർ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ഇത്ര കാലം മതമൊന്നും ഇല്ലായിരുന്നു. ഒരു പാർട്ടി മെമ്പർ പള്ളിയിൽ പോയാലോ അമ്പലത്തിൽ പോയാലോ അവനെ പുറത്താക്കും പാർട്ടിയിൽ നിന്ന്. പക്ഷേ അവൻ പാർട്ടി ഓഫീസിൽ നിസ്കരിച്ചാൽ പോലും അവനെ പുറത്താക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മൾ നിരന്തരമായ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുക. ആ അവസ്ഥയിൽ SFIക്ക് പോലും ഇതിനകത്ത് നിഷേധിക്കാൻ പറ്റുകയില്ല ഈ നിലപാടുകളെ അവരുണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെ അവര് ഇപ്പം കത്തോലിക്ക സഭയുടെയും ഈ കഴിഞ്ഞ ഇലക്ഷന്റെ ആ പരാജയത്തെയൊക്കെ മണത്തുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ വരാൻ പോകുന്ന ആ ഭവിഷ്യത്തും കണ്ടുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി അങ്ങ് രക്ഷപ്പെടാമെന്നുള്ളൊരു ചിന്ത അവരും കാണിച്ചിട്ടുണ്ട്. അതും ശുദ്ധ പോക്രിത്തരമാണ്. തീർച്ചയായിട്ടും SFIയുടെ ഭാരവാഹികള് ഈ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിനും ആ കോളേജിൽ ഒരു കലാപത്തിന് ശ്രമം നടത്തിയ വർഗീയവാദികളോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയെടുത്തുകൊണ്ട് തങ്ങളുടെ അംഗങ്ങളെ ആ പ്രസ്ഥാനത്തു നിന്ന് പുറത്താക്കിക്കൊണ്ടും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ടുമാണ് അവര് ഇതിന് മാതൃക കാണിക്കേണ്ടത്. അല്ലാതെ ഒരു തുണ്ടു പേപ്പറിൽ 2 വാക്യം എഴുതിയിട്ടല്ല. മാധ്യമങ്ങളുടെ നിശബ്ദതയും അതുപോലെ തന്നെയാണ്. ഇന്നത്തെ ഒരു പത്രത്തിനും ഒരു ചെറിയ കോളൻ ന്യൂസ് പോലുമില്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട്, ഒരു കലാലയത്തെ നശിപ്പിക്കാൻ ഒരു സംഭവം നടന്നിട്ട്, ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഒരു ശ്രമം നടന്നിട്ട്, അതും SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എല്ലാം തറവാടുകളും ആളുകളും ചുറ്റുവട്ടം ജീവിക്കുന്ന നാട്ടില് ഇത് വളരെ വേദനാജനകമാണ്. നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ ജനാധിപത്യ മാധ്യമങ്ങൾ, മതേതര മാധ്യമങ്ങൾ മരിച്ചു കഴിഞ്ഞു. അത് യാതൊരു തർക്കവുമില്ല. സാറ് പറഞ്ഞത് തന്നെ, ഒരു ക്രൈസ്തവർക്കെതിരാണ് ഒരു വിഷയം നടക്കുന്നതെങ്കിൽ അതിനെതിരെ സുപ്രീം കോടതിയേക്കാൾ വലിയൊരു കോടതി മുറികൾ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടേനെ. ന്യായങ്ങളും അന്യായങ്ങളും എല്ലാം നിരത്തി വലിയ ചർച്ചകളായേനെ ഈ ദിവസങ്ങളിൽ കൊണ്ട് തന്നെ. പക്ഷേ ഇത് ക്രൈസ്തവർക്കെതിരെയല്ല, ഒരു പക്ഷേ ആ കുട്ടികൾക്കെതിരെ അവർ വിചിത്രമായൊരു ആവശ്യമാണ് ഉന്നയിച്ചെന്നറിഞ്ഞ് വളരെ എന്താ പറയുക ബോധപൂർവം മൗനം അവലംബിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലായാലും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവിടെയെല്ലാം കുടിയേറ്റ രീതിയിൽ തന്നെ ഈ ഒരു ഇസ്ലാം വൽക്കരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. പാർട്ടി ഓഫീസിൽ നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ക്രൈസ്തവ രാജ്യങ്ങളെ പോലും റോട്ടിൽ അവരെവിടെയായിരിക്കുന്നു മറ്റുള്ളവർക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന പല വീഡിയോകളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഫ്രാൻസിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ക്രൈസ്തവൻ്റെ തിരുവത്താഴം, ഈശോയുടെ തിരുവത്താഴം വികലമാക്കി അവതരിപ്പിച്ചതെല്ലാം ക്രൈസ്തവ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു കടന്നുകയറ്റം നമ്മൾ വളരെ വേദനയോടെ തിരിച്ചറിയുകയാണ്. ഇനി ഭാവിയിൽ കേരളത്തിലും ഈ എല്ലാ ക്രൈസ്തവ കോളേജുകളിലും എല്ലാ കോളേജുകളിലും തന്നെ മോസ്കുകൾ വേണമെന്നൊക്കെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിനെ ഇനിയിപ്പോൾ തെറ്റു പറയാൻ പറ്റുമോ? ഡിജോ, ഇത് വളരെ വളരെ വേദനാജനകവും വളരെ നിഗൂഢമായ ഒരു നീക്കമാണ്, ഗൂഢമായ ഒരു നീക്കമാണ് ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെ കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സമൂഹത്തെ മാത്രം അതിനകത്ത് മാറ്റി നിർത്തി മാർജിനലൈസ് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞ വടക്കേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിന്ന് കുരിശുകളും അതുപോലെ തന്നെ മതചിഹ്നങ്ങളും എല്ലാം എടുത്തു മാറ്റണമെന്നും ആ സ്കൂളുകളുടെയും കോളേജുകളുടെയും എല്ലാം ക്യാമ്പസിനോട് ചേർന്നുള്ള പള്ളികൾ പൊളിച്ചു കളയണമെന്നും ഒക്കെ വാദിക്കുന്നതും ഇതേ വാദത്തിന് തുല്യമായ ഭീകരവാദ, തീവ്രവാദ, വർഗീയമായ നിലപാടുകൾ തന്നെയാണ്. അപ്പൊ എവിടെയും ഇരയാക്കപ്പെടുന്നത് ക്രൈസ്തവരാ. ഇപ്പൊ പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇത് ഒരു ഇസ്ലാം വിശ്വാസത്തിനെതിരായ ഒരു ചിത്രീകരണമായിരുന്നെങ്കിൽ, മുഹമ്മദും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രീകരണമായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥനെ? അങ്ങനെ ചിത്രീകരിച്ച ഒരു പയ്യനെ തൊടുപുഴയിട്ട് തല്ലിക്കൊന്നില്ല, കൊല്ലാറാക്കി, തലയ്ക്കെല്ലാം ബൈക്ക് പറ്റി എത്ര ദീർഘനാള് പാലാ മെഡിസിറ്റിയിലൊക്കെ ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടാണ് ആ പയ്യൻ രക്ഷപ്പെട്ടു പോയത്. നമുക്കൊക്കെ അറിയാം. തൊടുപുഴക്കാരനായ മനുഷ്യൻ
എന്തുമാത്രം വേദന സഹിച്ചു സമൂഹത്തില്. അത് അവരെ തൊട്ടാൽ അവർക്ക് മാത്രം വേദനിക്കുകയും ക്രൈസ്തവ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറി ചവിട്ടാം എന്ന് പറയപ്പെടുന്ന ഒരു ചിന്ത ഇന്ന് സമൂഹത്തിനുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെയല്ല, ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടും എന്നുള്ളത് ഈ ദിവസങ്ങളിൽ വന്ന പ്രതികരണങ്ങളും അതിനോട് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പ്രതികരിച്ച രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാഞ്ഞിരപ്പള്ളി സൂചന നൽകിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ശക്തമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വന്നിരിക്കും. അത് അങ്ങനെ ഒരു സ്ഥാപനത്തെ തൊടാനോ ഇല്ലാതാക്കാനോ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ ഇത്തരക്കാർ ഇതുപോലെ ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ശ്രമിക്കുമ്പോൾ അതൊന്നും വേണ്ട. ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ട് അതിനെ നേരിടാനുള്ള ആർജവത്വവും ചങ്കൂറ്റവും കഴിവുമെല്ലാം ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അതിന് പറ്റുന്ന റിസോഴ്സും ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിൽ തന്നെയുണ്ട്. ഒരായുധവുമില്ലാതെ അവരെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള തകർക്കാൻ വേണ്ടി വരുന്ന ശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടുന്ന നിലപാട് സ്വീകരിക്കാൻ ഉള്ള കരുത്ത് ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അതില്ല എന്നൊരു ധാരണ ഏതെങ്കിലും രീതിയിൽ ചിന്തിക്കുന്നവർ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുവാൻ കൂടി ആഗ്രഹിക്കുക. ആഗോളതലത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാം, ജർമ്മനി ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, ഇറ്റലി ആയിക്കോട്ടെ, അമേരിക്ക, കാനഡ, എവിടെയും കടന്നു ചെന്ന് ആ രാജ്യത്തിന്റെ സന്തോഷവും സമാധാനവും എല്ലാം നശിപ്പിച്ച് അവിടെ അക്രമം കാണിച്ച് ആ രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി ഇസ്ലാമിക ശരീഅത്തുകള് സ്ഥാപിച്ചുകൊണ്ട് അവിടെയെല്ലാം ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന തീവ്ര ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഇത് എന്നും ഈ കുട്ടിപ്പട്ടാളങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കീടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിന്റെ സന്തോഷവും സമാധാനം നശിപ്പിച്ച് ഇവിടെയും ഇസ്ലാമിക ശരീഅത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നിർമ്മല കോളേജിലെ സംഭവങ്ങൾ എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക്, അല്ലെങ്കിൽ അത് പറയുവാൻ നമുക്ക് വേറെ തെളിവുകൾ എന്തിനാ വേണ്ടത്? ഇതിന് കുടപിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിന് പുറകെ സപ്പോർട്ടുമായിട്ട് ചെല്ലുന്നു. ഇവിടെ കർഷക രക്ഷയ്ക്ക് വേണ്ടി കർഷകരുടെ കൂടെ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടി ചെറുക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നതൊക്കെ വളരെ വേദനാജനകമാണ്. നമ്മുടെ നാട്ടിലാ, അതും ഈ കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഉറപ്പാണ് ഇതിന്റെ പുറകില് തീവ്രവാദ വിഷം കുത്തിവെച്ച് ഈ പിള്ളേരെ ഇതിനെ പറഞ്ഞു വിട്ട ഒരു വലിയ ശൃംഖലയുണ്ട്. ആ ശൃംഖലയാണ് പൊളിക്കേണ്ടത്. ആ ശൃംഖലയെ പൊളിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനും പോലീസിനും ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ സംഘടിതമായിട്ട് ആ ശൃംഖലയെ പൊളിക്കാൻ ഈ കേരള സമൂഹത്തിലെ നാനാജാതി മതസ്ഥരായ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഈ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി നിലനിർത്താൻ വേണ്ടുന്ന അധ്വാനം നടത്താനുള്ള പരിശ്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർ, അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം, ഇത്ര ഗൗരവകരമായ വിഷയം, കേരള സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ നമ്മളൊരു സ്വയം വിമർശനം എന്ന രീതിയിൽ തന്നെ നോക്കിയാലും ചില മൗനങ്ങൾ അത് സഭയ്ക്ക് അത്ര നല്ലതാണോ? സഭ ചില മൗനം പാലിക്കുന്നത് ഈ വിഷയത്തിൽ? ചില മൗനങ്ങൾ ചില സമയത്ത് എടുത്തേ പറ്റൂ. കാരണം ചാടിക്കേറി ഒരു ക്രൈസ്തവ സഭയെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിട്ട് പ്രതികരിക്കുക എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. കാരണങ്ങൾ ഇതെന്താണ് വസ്തുത, കാരണം കത്തോലിക്ക സഭയുടെ ഒക്കെ ഒരു പ്രസ്താവനകള് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ലോകം അത്ര ഗൗരവത്തോടെ എടുക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അത്ര ചാടിക്കേറിയ ഒരു പ്രതികരണം ഉണ്ടാകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിൽ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. ഇതല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, നാളെ ഇന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞിട്ട് നാളെ ഇതിലും ഗൗരവമായ ഒരു കാര്യം സംഭവിച്ചിട്ട് പ്രതികരണവുമായിട്ട് മുന്നോട്ട് വന്നാൽ ചിലപ്പോൾ ഈ സമുദായം കൂടെ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം അവര് പറയും, അന്ന് ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഉണ്ടായില്ല, ഇന്നിപ്പം വേറൊരു കാര്യം വന്നപ്പോൾ കുറച്ചും കൂടെ അവർക്ക് നേട്ടമുള്ളൊരു കാര്യം വന്നു, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു, അതാണ്ട് അപ്പോൾ വന്നിരിക്കുന്നു എന്നൊരു നിലപാടെടുത്ത് ചിലപ്പോൾ വരാം. അത്തരത്തിൽ വീണ്ടും അത് ദോഷകരമായിട്ട് ബാധിക്കാൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് തെറ്റിനെ തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വം കാണിച്ചൊരു നേതാവിന്റെ മക്കളാണ് നമ്മൾ, ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മൾ. തെറ്റിനെ തെറ്റാണ്, അത് ഫരിസേയ പ്രമുഖരുടെയും നിയമജ്ഞരുടെയും അന്നത്തെ പുരോഹിത വർഗത്തിന്റെ എല്ലാം മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞ ക്രിസ്തുവിന്റെ മക്കള് ഇത് തെറ്റാണ് ചെയ്യുന്നത്
അതിനുള്ള മക്കളെ പിന്തിരിപ്പിക്കണം എന്ന് മാതാപിതാക്കളോടും സമൂഹത്തോടും വിളിച്ചു പറയാൻ എന്തിനാ നമ്മൾ മടി കാണിക്കുന്നത്? അതിനുള്ള ആർജവത്വമാണ് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടത്. അത് ക്രൈസ്തവരായ മക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും വിളിച്ചു പറയാൻ ഓരോ കാലഘട്ടത്തിലും അതിന് നേതാക്കന്മാര് വിശ്വാസികൾ കാണിച്ച ആർജവത്വത്തിന്റെ അല്ലെങ്കിൽ അന്ന് സ്വീകരിച്ച നിലപാടിന്റെ ബാക്കിപത്രമാ പരിശുദ്ധ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവത്വം എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു കോംപ്രമൈസിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും ഭാവിയിൽ ദോഷം ചെയ്യും. അങ്ങനെ ദോഷം ചെയ്ത കാര്യങ്ങൾ ലോകത്ത് പലയിടത്തുണ്ട്. കോംപ്രമൈസ് ഒരിക്കൽ പോലും ക്രൈസ്തവ സമൂഹത്തെ വളർത്തിയിട്ടില്ല. കോംപ്രമൈസുകൾ എന്നും ഈ ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കോംപ്രമൈസുകൾ തീർച്ചയായിട്ടും അത് ഗുണത്തെക്കാറെ ദോഷം ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലെന്ന് മാത്രമല്ല, അത് സമുദായത്തിന്റെ മുമ്പിൽ ചില സംശയങ്ങളും ക്വസ്റ്റ്യൻ മാർക്കുകളും ഇടുന്നതിന് പോലും കാരണമാകും. അതേസമയം ഇപ്പൊ നമ്മള് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി ഇഷ്യൂവില് ഇമ്മീഡിയറ്റ് ആയിട്ട് നിലപാടുകൾ വരുന്നു, പ്രതിഷേധ ധർണകൾ വരുന്നു, അവിടെ പ്രസ്താവനകൾ വരുന്നു. സമൂഹം ഒന്നിച്ചത് ഏറ്റെടുത്തു, ഒന്നിച്ചതിനെ ആ സമയത്ത് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു. ഇവിടെ ചില രാഷ്ട്രീയപരമായ ഒത്തുതീർപ്പുകള്, ചില വിട്ടുവീഴ്ചകൾ, ചില സെറ്റിൽമെന്റുകളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ അതിന്റെ നിർജീവാവസ്ഥയിലേക്ക് വീണ്ടും വീണ്ടും തള്ളിയിടുന്നതിന് തുല്യമാണ്. അതിനെ കയറ്റിക്കൊണ്ടുവരുവാൻ വേണ്ടി, അതിനെ ഉയർത്തി പിടിക്കുവാൻ വേണ്ടിയുള്ള ആർജവത്വം നേതാക്കന്മാർ കാണിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേ സമയം ഉണ്ടല്ലോ ഡിജോ, അതേസമയം ഞാൻ ഇത് പറയുമ്പോൾ തന്നെ അതിന്റെ മറു സൈഡും കൂടെ ഞാൻ പറയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ നമ്മൾ പ്രതികരിക്കുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും ഇത് തെറ്റാണെന്ന് പറയുമ്പോഴും നമ്മൾ മറ്റൊരു മത തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും വളരാൻ അനുവദിക്കാതിരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ പേര് മുതലെടുപ്പ് നടത്തുന്നത് വേറെ ചില തീവ്രവാദ ശക്തികളാണ്. മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന മറ്റൊരു വിഭാഗം ഇതിന് മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രസ്താവനകൾ നമ്മൾ അതിനോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു വർഗീയ മുതലെടുപ്പ് നടത്തുന്ന മറ്റൊരു ചേരിയുണ്ട്. ആ ചേരിക്ക് വളമിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉത്തരവാദിത്വം ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ബാധ്യതയും നമുക്കില്ല. നമുക്ക് രാഷ്ട്രത്തിന്റെ നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു സ്കൂൾ നടത്തുന്നത്, അല്ലാതെ ഇസ്ലാമിക് ശരീഅത്തിലോ അനുസരിച്ചിട്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ RSSന്റെ ഏതെങ്കിലും നിയമങ്ങൾ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുത്വ സംഘടനകളുടെ നിയമങ്ങൾ നോക്കിയിട്ടല്ല, കേരള കോൺഗ്രസിന്റെ നിയമം നോക്കിയിട്ടല്ല, കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ നോക്കിയിട്ടല്ല ഇവിടെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ക്രൈസ്തവ സമൂഹ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളുടെ ചൂട് പിടിച്ചിട്ടാ. ആ നിയമങ്ങൾക്ക് വിധേയമായിട്ട് ഒരു സ്ഥാപനം നടത്തുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് അത് അവർ ചെയ്യുന്ന തെറ്റിനെ തെറ്റാണെന്ന് പറയുന്നതിനുള്ള ആർജവത്വം ഇല്ലാതെ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നിയമപ്രകാരമല്ലേ നടത്തുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നമുക്ക് കോളേജ് നടത്താൻ അംഗീകാരം തന്ന്, ആ അംഗീകാരം തന്ന കോളേജില് യൂണിവേഴ്സിറ്റികൾ നമുക്ക് കോഴ്സ് നടത്താൻ അനുവാദം തന്ന്, അവരനുവദിക്കുന്ന കോഴ്സുകൾ നടത്തി അവരനുവദിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ നമുക്ക് ഭരണഘടന നൽകുന്ന, നമുക്ക് നിയമങ്ങൾ നൽകുന്ന അവകാശങ്ങളുടെ മേലെ കുതിര കയറാൻ വരുമ്പോൾ അത് പാടില്ല, പറ്റില്ല, അത് ഞങ്ങൾ ഇവിടെ സമ്മതിക്കില്ല എന്ന് ആർജവത്തോടെ പറയാൻ എന്തിനാ നമ്മൾ മടിക്കുന്നത്? ആ മടിയെയാണ്, അങ്ങനെ നിശബ്ദരായിട്ട് നിൽക്കുന്നതിനെയാണ് സമൂഹം അല്ലെങ്കിൽ സമുദായം സംശയത്തോടെ നോക്കുന്നത്. അത് ഇപ്പോഴുള്ള മൗനം നാളത്തെ വലിയ ദുരന്തത്തിലേക്കാണ് പോവുക എന്നുള്ളത് ഇത്രയും കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കുണ്ട്. എന്നിട്ടും ചില മേഖലകളിൽ നമ്മൾ പുലർത്തുന്ന നിശബ്ദതയെ സംശയത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും തൊടുപുഴയിലെ ജോസഫ് മാഷിൻ്റെ കൈമെട്ടിയ ആ സമയത്ത് നടത്തിയ മൗനത്തിന് ഇപ്പോൾ ക്രൈസ്തവ സമൂഹവും സംഘടനകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പോഴും നടക്കുന്നത്. മറ്റൊരു വിഷയം ഈ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഭരണഘടനാപരമായ ഒരു സ്വാതന്ത്ര്യം കൂടി നമുക്കുണ്ട്. ഇപ്പം മതന്യൂനപക്ഷം നടത്തുന്ന മതസ്ഥാപനങ്ങളിൽ അതത് മതസ്ഥാപനങ്ങൾക്കനുസരിച്ചുള്ള ഇപ്പം നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ചാപ്പലുകളുണ്ടെങ്കിൽ അതിന് ഭരണഘടനാപരമായ അനുവാദം കൂടി നമുക്കുണ്ട്. പക്ഷേ മറ്റു മതത്തിൻ്റെ ഒരു ആചാരം അല്ലെങ്കിൽ ആ ഒരു ഭക്തി വളർത്തണം എന്നൊരു കാര്യം അവിടെ പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള എല്ലാവിധ അവകാശമുണ്ട്. ഇതിനൊരു കൂട്ടത്തിൽ ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ മറ്റ് സ്ഥാപനങ്ങളോട്ടെ, അവിടെ എടുക്കുന്ന ആളുകളിൽ ഒരുപക്ഷെ അഡ്മിഷൻ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ക്യാഷിൻ്റെ കാര്യത്തിലേക്ക് ആയാലും ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ മക്കൾ കുറയുന്നു.
ഈ പറഞ്ഞ പോലെ മുസ്ലിം മറ്റ് സമുദായത്തിലെ കുട്ടികൾ അഡ്മിഷൻ വന്ന് കൂടുതലായിട്ട് എടുക്കുന്നു, അവരുടെ നമ്പറുകൾ കൂടുന്നു. ഇതിൻ്റെ പിന്നിൽ ദുരൂഹത അല്ലെങ്കിൽ സഭ ഒന്ന് ശ്രദ്ധിക്കേണ്ടതില്ലേ ഈ ഒരു വിഷയം? തീർച്ചയായിട്ടും ഡിജോ, സഭ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു വസ്തുത. എത്രയൊക്കെ ബഹളങ്ങളുണ്ടായിട്ടും ഇതുപോലെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ അക്കാദമിക് ഇയറിൽ പോലും പല കോളേജുകളിലും മാനേജ്മെന്റ് സീറ്റുകളിലൊക്കെ മറ്റ് സമുദായാംഗങ്ങളാണ് കയറിപ്പറ്റിയിരിക്കുന്നത്. അവരാണ് നാളെ സമരം ചെയ്യാൻ പോണത്. അവർ സമരം ചെയ്യുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണ് നമുക്കൊപ്പം നിൽക്കുക? നമ്മൾക്കൊപ്പം നിൽക്കില്ല. അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ആ കാര്യത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നേതൃത്വങ്ങൾ, പ്രത്യേകിച്ചും സ്ഥാപനങ്ങൾ, ഇതിനെല്ലാം നമുക്ക് അസോസിയേഷൻസ് ഉണ്ട്. ആ തലത്തിൽ കൂട്ടായ ചിന്തകൾ നടത്തി സഭാ നേതൃത്വം കർശനമായ നിർദ്ദേശം കൊടുത്ത് അതിനൊരു മോണിറ്ററിംഗ് ഒക്കെ നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ വേദന നേരിട്ടറിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അത് ഞാൻ ഈ വേദിയിൽ പരസ്യമായിട്ട് പറയുന്നില്ല. ഒത്തിരിയേറെ വേദനകളുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെങ്കിലും ഞാൻ എൻ്റെ സഭയുടെ കൂടെയാണ്, ഞാൻ എൻ്റെ ക്രിസ്തുവിന്റെ കൂടെയാണ്, ഞാൻ എൻ്റെ സമുദായത്തിന്റെ കൂടെയാണ്. എനിക്കറിയാം ഒത്തിരി വേദനകൾ. ഇപ്പൊ നിർമ്മല കോളേജിന്റെ ഇഷ്യൂവിൽ പോലും ഇത്രയും വന്നു എനിക്ക് ഇത്രയും പ്രതികരിക്കാൻ പോലും ശക്തി നൽകുന്നത് കർത്താവാണ്. കാരണം ഇതിനപ്പുറത്തെ വേദനയുമായിട്ടാണ് ഞാൻ ഉള്ളിൽ നിൽക്കുന്നത്. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമുദായ അംഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചില സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും എൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നെ ഇതിന് പ്രതികരിക്കാൻ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് ഇന്നലെ ആണെങ്കിലും പ്രതികരിച്ചത്, ഇപ്പോഴാണെങ്കിലും പ്രതികരിക്കുന്നത്. ആ വേദന ഉൾക്കൊള്ളാൻ നേതൃത്വം തയ്യാറായാൽ നമ്മുടെ സമുദായം നമ്മുടെ കൂടെ ജീവൻ ബലി കൊടുത്തും നമ്മുടെ സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സമുദായത്തിന്റെ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ നമുക്ക് വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ കാലാനുസൃതമായിട്ട് പതുക്കെയെങ്കിലും പരിഹരിക്കുവാൻ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ ഡിജോ. തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ക്രൈസ്തവന്റെ ഭാഗത്തു നിന്ന് പ്രതികരിക്കാൻ സാർ മുന്നോട്ട് വന്നു എന്ന് തോന്നുന്നത് വളരെയധികം അഭിനന്ദനാർഹമാണ്, സന്തോഷകരമാണ്. എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ സഭയിൽ നിന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റി ഒരു പ്രസ്താവന ആദ്യം ഇറക്കിയിരുന്നു. തൊട്ടു പിന്നാലെ സാറിൻ്റെ ഫേസ്ബുക്കിൽ വീഡിയോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടൊരു വീഡിയോ വന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ സാർ ഇപ്പോഴും അത് മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളത്. ഡിജോ, നമ്മൾ ഇങ്ങനെപ്പോഴും ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ന സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിഷമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ ഞാൻ പോലും പ്രതികരിക്കുമ്പോൾ എൻ്റെ മനസ്സ് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് തന്നെ പ്രതികരിക്കുന്നത്. നമ്മൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി, ഓരോ ആളുകളെ അർഹരായവർക്ക് വേണ്ടി പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെന്ന് കഴിയുമ്പോൾ പ്രതികരണം കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരും. ഇപ്പം നിർമ്മല കോളേജിൽ ഇഷ്യൂ ഉണ്ടായി, AKCCയുടെ ഒരു പ്രതികരണം കണ്ടു, മറ്റൊരു ഔദ്യോഗിക സംഘടനകളുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടില്ല. അതേസമയം ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രതികരിച്ചിട്ടുണ്ട്. തറയിൽ പിതാവിന്റെ അത് കണ്ടു. അത് ഇന്ന് വന്ന പ്രതികരണമല്ലേ? AKCCയുടെ പ്രതികരണം കഴിഞ്ഞാൽ ഇന്ന് വന്ന പബ്ലിക് അഫയേഴ്സ് പ്രതികരണമാണ് കണ്ടത്. ഞാൻ പറയുന്നത് മറ്റ് ഔദ്യോഗിക സംഘടനകൾ ഒത്തിരിയുണ്ട്. നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ചത്, ആ കുട്ടി യുവജന സംഘടനകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, KCME വർക്ക് ചെയ്തിട്ടുണ്ടോ, മാതൃസംഘത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, AKCC പോലുള്ള സംഘടനകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എൻ്റെ മനസ്സിൽ വിഷമം വന്നു. അതായത് ഇതുപോലൊരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടും ഏഴിലധികം സംഘടനകൾ ഒരു രൂപതയിൽ സജീവമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഒരു സംഘടനകൾ പോലും പ്രതികരിക്കാതെ മുന്നോട്ട് വരാതെ വന്നപ്പോഴാണ് ഞാൻ പ്രതികരിക്കാൻ ഇടയായത്. അത് പ്രതികരണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് AKCCയുടെ പ്രതികരണം ഞാൻ കണ്ടത്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. പക്ഷെ നമ്മൾ ചില സമയത്ത് നമുക്ക് ഹൃദയവേദനയാണ്, പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമുക്ക് ക്രിസ്തുവിനുള്ള സ്നേഹം, നമ്മുടെ സമൂഹത്തോടും നമ്മുടെ സമുദായത്തോടുള്ള സ്നേഹം, സഭയോടുള്ള സ്നേഹം നമ്മളെ പ്രതികരിക്കാൻ നിർബന്ധിക്കുന്നത് കൊണ്ടും ആണ് നമ്മൾ ഇത്ര ശക്തമായിട്ട്
ഒത്തിരിയേറെ തെറിയും ഭീഷണിയും അതുപോലെ തന്നെ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നത്. ലിജോ മുമ്പേ ചോദിച്ച ചോദ്യങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ലിജോ അനേകം പേര് ആഗ്രഹമുണ്ടായിട്ട് ഇരിക്കാൻ പറ്റാതെ മാറി നിൽക്കുന്നത്. അത് എന്തായാലും സഭാധികാരികൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുമെന്ന് ഞാൻ പോസിറ്റീവായിട്ട് കരുതുകയാണ്. അതിന് നല്ല ശക്തമായ പുത്തൻ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങളിലൂടെ നമ്മുടെ നേതൃത്വങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. എന്നും തിരുത്താനും തിരുത്തി മുന്നേറാനും ധീരത കാണിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് ക്രൈസ്തവ സഭ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ ഏതെങ്കിലും കാലഘട്ടത്തിലും അവസരത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് തിരുത്തി മുന്നേറും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിലും ഒരു ശക്തമായ രീതിയിലുള്ള ഇടപെടലും പ്രതിഷേധവും നിലപാടുകളും പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളൊരു കാര്യത്തിലും സംശയിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, സാറിനെ പോലെയുള്ളവരെല്ലാം സഭയ്ക്കെതിരെ വരുന്ന പല പ്രശ്നങ്ങളിലും പ്രതികരണമായി മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് സഭയുടെ ഏറ്റവും വലിയ കരുത്തും സന്തോഷവും തന്നെ. എന്തായാലും ഈ ഒരു വിഷയം നമ്മളിന്ന് ചർച്ച ചെയ്തപ്പോൾ തന്നെ കേരളം ഇന്ന് പ്രബുദ്ധ കേരളം എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാം പണ്ട് കാലത്ത് ക്രൈസ്തവ മിഷണറിമാർ ചെയ്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്ത സേവനം തന്നെയാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന തന്നെയാണ്. അന്നവർ മതമല്ല സ്കൂളുകളിൽ കൊടുത്തത്, പള്ളിയോടൊപ്പം അതായത് ആരാധനയോടൊപ്പം സ്കൂളുകൾ തുടങ്ങിയെങ്കിലും അവിടെ മതമല്ല നൽകിയത്, അവിടെ വിദ്യാഭ്യാസം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാ മതത്തിലും എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുന്നവർ എല്ലാം ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയവരാണ്. അവരാരും മതം മാറിയിട്ടില്ല. പക്ഷേ അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിന് നന്മ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു എന്നതാണ് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പഠനങ്ങളുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഒരു ചതിയിലൂടെ അതല്ലെങ്കിൽ ഒരു മതം എന്ന് പറയുന്ന ഒരു വിഷം അതിനകത്ത് കുത്തിക്കയറ്റുന്നു, അല്ലെങ്കിൽ ഒരു നിസ്കരിക്കണമെന്ന ആവശ്യത്തിൽ അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളത്. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അറബിയുടെ കഥയെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇത്ര നേരം ഞങ്ങളോടൊപ്പം പ്രതികരിച്ച സാറിന് ഒരുപാട് നന്ദി. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി.